AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. ബിജെപിക്ക് പാർട്ടിയാണ് കുടുംബമെന്നും മറ്റു ചിലർക്ക് കുടുംബമാണ് പാർട്ടിയെന്നും മോദി പറഞ്ഞു. കുടുംബത്തെ എതിർക്കുന്നത് കോൺഗ്രസിൽ കുറ്റകൃത്യമാണെന്നും മോദി പരിഹസിച്ചു. ബിജെപിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വ്യക്തികളല്ല പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പാർട്ടിയാണ് ബിജെപി. രാജ്യത്തിനായി സമർപ്പിച്ച പ്രവർത്തകർ നിർമ്മിച്ചതാണ് ഈ പാർട്ടിയെ. ജനാധിപത്യ മൂല്യങ്ങൾ കൈവിടരുത്. ജനാധിപത്യമാണ് നമ്മുടെ സംസ്കാരമെന്നും മോദി പറഞ്ഞു. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ കരുതലോടെയാണ് ബിജെപിയുടെ പ്രതികരണങ്ങൾ. ബിജെപി കോട്ടയായ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി എത്തുന്നത് ബിജെപിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസിൽ ഇപ്പോഴും കുടുംബവാഴ്ചയാണ് തുടങ്ങിയവയിൽ ഊന്നിയാണ് ബിജെപിയുടെ ആരോപണങ്ങൾ. പ്രിയങ്കയുടെ വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കില്ലെന്നും ബിജെപി പറഞ്ഞു. പ്രിയങ്കയുടെയോ രാഹുലിന്റെയോ പേര് പറയാതെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ പ്രതികരണം. യുപിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നിയമിച്ചത്. അടുത്ത മാസം ആദ്യം പ്രിയങ്ക ചുമതലയേൽക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കാതെ പ്രിയങ്ക പലപ്പോഴും തിരഞ്ഞെടുപ്പ് വേദികളിൽ പ്രചാരകയായി മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അതിന് ഇത്തവണ അന്ത്യം കുറിച്ച മുൻ കോൺഗ്രസ് അധ്യക്ഷയും അമ്മയുമായ സോണിയാഗാന്ധിക്ക് പകരം റായ്ബലേറിയയിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ജനവിധി നേരിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ അമേത്തിയിൽ നിന്നായിരിക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുക. ഇത് തുടർച്ചയായി 4ാം തവണയാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മത്സരിക്കാനൊരുങ്ങുന്നത്. അതേസമയം സോണിയാഗാന്ധിയുടെ പതിവ് മണ്ഡലമായ റായ്ബലേറിയയിൽ നിന്ന് ആര് മത്സരിക്കുമെന്ന കാര്യം തീരുമാനിക്കാത്ത പാർട്ടിയുടെ നിലപാടാണ് പ്രിയങ്കയുടെ വരവ് സംബന്ധിച്ച സൂചനകൾ ശക്തമാക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മകൾ പ്രിയങ്കയ്ക്ക് വേണ്ടി സോണിയ തന്നെ വഴിമാറിക്കൊടുക്കുന്നതായി അഭ്യൂഹങ്ങളുണ്ട്. നെഹ്റു കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക കൂടി തിരഞ്ഞെടുപ്പ് ഗോതയിൽ വന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വൻ മാറ്റമുണ്ടാകുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പ്രിയങ്ക ഗാന്ധിയെ ഇറക്കാൻ കോൺഗ്രസ്. റായ്ബലേറിയയിൽ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക സ്ഥാനാർത്ഥിയായേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സോണിയാഗാന്ധി പ്രിയങ്കയ്ക്കായി മാറിക്കൊടുക്കുന്നുവെന്ന് നേരത്തെ മുതൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംഘടനാ ചുമതലയിലൂടെ പതുക്കെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്കും പ്രിയങ്കയെ കൊണ്ടുവരാനുള്ള പാർട്ടിയുടെ നീക്കം. എന്നാൽ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം പ്രിയങ്ക തന്നെ എടുക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുള്ളത്. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ തന്ത്രപരമായ പ്രതികരണമാണ് ബിജെപിയുടേത്. പാർട്ടിയെ നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു, കുടുംബവാഴ്ച തുടങ്ങിയവയിൽ ഊന്നിയാണ് ബിജെപിയുടെ ആരോപണങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.